എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും നിങ്ങൾ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ടോ? ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളതോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ട്, അപ്പൊ പിന്നെ എനിക്ക് ബിസ്ക്കറ്റ് വേണം, അപ്പൊ പിന്നെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ഒരു കൺസെപ്റ്റിന് മൂവ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിന്റെ റിയാലിറ്റി എന്താണ്? യഥാർത്ഥത്തിൽ അതിൽ ഷുഗർ ഫ്രീ ആണോ? അതിൽ ഷുഗർ ഇല്ലേ? ഓക്കെ, യഥാർത്ഥത്തിൽ അത് ഷുഗർ ഫ്രീ അല്ല. ഓക്കെ, ബിക്കോസ് നമ്മുടെ അതിന്റെ ബാക്കിൽ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ടേബിൾ ഉണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സാധാരണ ബിസ്ക്കറ്റ്സിൽ, സാധാരണ ഒരു നോർമൽ ബിസ്ക്കറ്റ്സിൽ അതിൽ നോർമൽ ഷുഗർ, അതിലെ കാർബോഹൈഡ്രേറ്റ്, അതിന്റെ ഇൻഗ്രീഡിയൻസ്, പിന്നെ ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടാവും. ഓക്കെ, ഈ ആഡഡ് ഷുഗർ എന്ന് പറയുമ്പോൾ അവർ എക്സ്ട്രാ അതിൽ വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നതാണ്, അതിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഷുഗർ അല്ലെങ്കിൽ ആഡഡ് ഷുഗർ എന്ന് ഇട്ടിരിക്കുന്നത് 0 ആയിരിക്കും. മീൻസ് അവർ ആഡഡ് ഷുഗർ അതിൽ ഇട്ടിട്ടില്ല. പക്ഷേ അതിൽ ഇൻഗ്രീഡിയൻറ്റ് നോക്കുവാണെങ്കിൽ മൈദ തന്നെ ആയിരിക്കും. ഓക്കെ, മൈദ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ഫാറ്റ് ഒരു ഹൈ എമൗണ്ടിൽ തന്നെ ഉണ്ടാവും, സോഡിയം നന്നായിട്ടുണ്ടാവും. സോ അതിനെങ്ങനെയാണ് നമുക്ക് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റുക? അല്ലേ, ഒരിക്കലും അല്ല. അതിൽ ഓൾറെഡി ഹൈ കണ്ടന്റ് ഷുഗറും മൈദയും ആ കാർബോഹൈഡ്രേറ്റ് ഫാറ്റിൽ നിന്നെല്ലാം ഓൾറെഡി മറ്റേ ബിസ്ക്കറ്റിനെ പോലെ തന്നെയാണ്. പിന്നെ അവർ ആഡഡ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇല്ല, അത്രേ ഉള്ളൂ. സോ അതിൽ നോ ഷുഗർ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിശ്വസിക്കുക. അതിൽ നോ ഷുഗർ അല്ല, അതിൽ ഷുഗർ ഉണ്ട്. ഓക്കെ, സോ ഇതാണ്. ഇനി ഞാൻ വേറൊരു ഇതും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അമൃതം പൊടിയില്ലേ, ഓക്കെ, അത് നിങ്ങൾ കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് അംഗൻവാടി അതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു 2-3 വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടും. ഇത് ചിലർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ചില മുതിർന്ന ആൾക്കാർ ഇത് കഴിക്കാറുണ്ട്. ഇതിന്റെ ബാക്കിൽ ഈ സെയിം കാര്യമാണ്. അതിൽ നമ്മൾ ആ പാക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ തന്നെ അറിയാം, അതിൽ 80% പഞ്ചസാര, നമ്മൾ സാധാരണ വൈറ്റ് ഷുഗർ തന്നെയാണ് അതിൽ കൂടുതലായിട്ടും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കുറുക്കി കൊടുക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുഞ്ഞിന് ഓവർലോഡായിട്ട് ഷുഗർ കൊടുക്കുകയാണ്. അതും കുഞ്ഞിന്റെ ബാക്കിയുള്ള ന്യൂട്രിയൻസിനെ ഫില്ല് ചെയ്യാതെ ഡെഫിഷ്യൻസി ആക്കുകയും കുഞ്ഞിന്റെ ഗ്രോത്ത് ഹോർമോൺസിനൊക്കെ അഫക്ട് ചെയ്യുകയും ചെയ്യും. ഇല്ലെങ്കിൽ കുഞ്ഞ് ഈ പറയുന്ന ഒബീസ് കണ്ടീഷനിലോട്ട് പോകാനായിട്ടും സാധ്യത കൂടുതലാണ്. സോ അതും വേറൊരു ഫാക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള നമ്മൾ ഷുഗർ ഫ്രീ അല്ലെങ്കിൽ നോ ഷുഗർ എന്ന് എഴുതിയിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്റ്റിലും ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ പോയി ചാടി വീഴുന്നതിന് മുമ്പ് ബാക്കിലത്തെ ന്യൂട്രിറ്റീവ് വാല്യൂ ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താ? മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിലാകെ നോക്കുന്ന സാധനം. ചിലർ അതൊന്നും നോക്കാറില്ല. അതല്ല, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക. ഇതേപോലെ എന്ത് പാക്കറ്റ് ഫുഡ് ആയാലും ഓക്കെ, സോ അതിന്റെ മാനുഫാക്ചറും എക്സ്പയറി മാത്രമല്ല, അതിൽ ആഡഡ് ഷുഗർ, മൈദയാണോ എന്താണ്, അതിന്റെ സോഡിയം ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ ലെയ്സ് പോലത്തത്, അങ്ങനത്തെ നമ്മളെ പൊട്ടറ്റോ ചിപ്സ് പോലത്തത്, അതിലൊക്കെ തന്നെ സോഡിയത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. അതുപോലെ ചില മിക്സ്ഡ് ആയിട്ടുള്ള കെലോഗ്സിന്റെ ഓട്സ് പോലത്തെ മിക്സ്ഡ് ആയിട്ടൊക്കെ നമുക്ക് വരില്ലേ, മീൻസ് പ്ലെയിൻ ഓട്സ് അല്ല ഞാൻ പറയുന്നത്, നമുക്ക് അതിൽ ചോക്കോസ്, അതുപോലെ നട്ട്സ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും മിൽക്കിലൊക്കെ ഒഴിച്ച് ഡയറക്റ്റ് കഴിക്കാനായിട്ട്. അതിലും ഈ പറയുന്ന പോലെ തന്നെയാണ് 100% നോ ഷുഗർ എല്ലാം എഴുതിയിരിക്കും. പക്ഷെ അതിലും നിങ്ങൾ ബാക്കിൽ ന്യൂട്രിറ്റീവ് വാല്യൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഏറ്റവും നല്ലത് ഇതൊക്കെ സെപ്പറേറ്റ് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് കഴിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോസ്റ്റും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് അതിൽ ആഡഡ് ആയിട്ടുള്ള ഒന്നും എടുക്കുകയും വേണ്ട. പിന്നെ ആഡഡ് ഷുഗർ വരുന്ന വേറൊരു കാര്യം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡേറ്റ്സ്, റൈസിൻസ് മാത്രമല്ല, ഡ്രൈ മാംഗോ, ഡ്രൈ പൈനാപ്പിൾ, ഫിഗ്, അതുപോലെ കിവി, ബെറീസ്, ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, ഇതൊക്കെ നമുക്ക് ഡ്രൈ ഫോമിൽ കിട്ടും അല്ലെ, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മിക്കവാറും കൊടുക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഡയറ്റ് എടുക്കുന്നവർ എടുക്കുക. ഓഫ് കോഴ്സ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾക്കും ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യാറുണ്ട്. ഇതിലും നിങ്ങൾ നോക്കുമ്പോൾ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക. കാര്യം ഇതിലും നമ്മൾ എന്താണെന്നറിയോ, ഷുഗർ സിറപ്പിലിട്ടിട്ട് ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ട് വെച്ചിരിക്കും. അല്ലെങ്കിൽ ഈ ഷുഗർ സിറപ്പിൽ ഡ്രൈ ചെയ്തിട്ട് ഈ ഷുഗറിലെ വൈറ്റ് ഷുഗറിന്റെ ഗ്രാന്യൂൾസ് അതിലൊക്കെ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യും. നമുക്ക് ഇതിനെ എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഷുഗറിന്റെ ഇങ്ങനെ അത് തരിതരിയായിട്ട് അതിലുണ്ടാവും. അതുപോലത്തെ ഒന്നും എടുക്കരുത്, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഡയറക്റ്റ് സൺ ഡ്രൈ ചെയ്ത് ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് പ്ലെയിൻ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിൽ ആഡ് ഷുഗർ ഒന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നല്ല സൺ ഡ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. ലൈഫ് സ്പാനും കൂടുതലായിരിക്കും. സോ അതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം, മുതിർന്നവരും അത് മാത്രം കഴിക്കാം. ഓക്കെ, സോ ഇതാണ് ഈ നോ ഷുഗർ ഒരു ബിസിനസിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, മാറ്റാൻ താല്പര്യമുള്ളവർ മാറ്റുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.